ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു ആഗ്രഹം നടത്തിയെടുത്ത ദിവസമാട്ടെ ഇന്ന്. കാരണം ഇന്നൊരു വണ്ടി എടുത്തു. കുറേ നാളുകൊണ്ട് വിചാരിക്കുക ടേസിയാണെങ്കിൽ വണ്ടി എടുത്തത്, എനിക്കൊന്നുമല്ല. അങ്ങനെ ഇതാ വണ്ടി എടുത്തു. അപ്പോൾ ആ വണ്ടി എടുത്ത പാടുന്ന നേരെ ഞങ്ങൾ തിക്കോടി ബീച്ചിലോട്ടാണ് വന്ന്. തിക്കോടിയിൽ നിന്നാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ തിക്കോടി ബീച്ചിലോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇതാ കല്ലുമ്മക്കായി പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും അങ്ങ് ഇറങ്ങി പറിക്കാൻ തുടങ്ങി. പക്ഷേ ഭയങ്കര പാടാട്ടോ. ഇത് പറിച്ചിട്ട് എൻ്റെ കൈയൊക്കെ എപ്പോഴും മുറിഞ്ഞ് വയ്ക്കുന്നുണ്ട്. നിറയെ ഉണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നത് മൊത്തം കല്ലുമ്മക്കായാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇത് പറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിത് എന്താ പറയുക, കൈ കൊണ്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. എന്തെങ്കിലും ടൂൾസൊക്കെ കൊണ്ടുവരണം. കുറേ ആൾക്കാർ കത്തിയൊക്കെ ആയിട്ടാട്ടോ വന്നത്. ഇവിടെ മാത്രമല്ല, ഇത് അപ്പുറത്തെ പറയിലും ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ. അപ്പോൾ ഇത്ര വലുപ്പത്തിലുള്ള കടിക്കാണ് കേട്ടോ കിട്ടിയത്. കുറേ ഉണ്ട്. നമ്മൾ നോക്കി എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കല്ലിൻ്റെ ഇടുക്കുന്നൊക്കെ പോയി എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുത് കിട്ടും കേട്ടോ. അത്യാവശ്യം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, ഉള്ളിൽ ചെറുതാണെങ്കിൽ നല്ല ഇറച്ചിയുണ്ടായി കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. ഇത്ര ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറിക്കുന്ന കണ്ടപ്പോൾ പറിക്കുന്നതായിരിക്കും കേട്ടോ, ഞങ്ങളെപ്പോലെ. പക്ഷേ ഞങ്ങൾക്ക് അറിയാം കേട്ടോ ഇവിടെ ഉണ്ട് എന്ന്. ഞങ്ങൾ ചുമ്മാ ഇവിടെ വന്നപ്പോൾ ഞങ്ങളും പറിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഈ കല്ലുമ്മക്കായ എന്ന് പറയുന്നത്. നല്ല വെള്ളക്കയറ്റുണ്ട് കേട്ടോ. കാരണം പാറമ്മിലൊക്കെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഇത് മൊത്തം ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കിത് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല. കൈയൊക്കെ ഒരു പരിവായി പോയിട്ടോ. നമ്മളിപ്പോൾ കൈ കൊണ്ടാണ് എടുക്കണമെങ്കിൽ. അപ്പം ഞങ്ങൾ പോകാൻ നോക്കാണ്. ജസ്റ്റ് ഒന്ന് വന്നതാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ നിറയെ ആൾക്കാരാണ്. ഇവിടെ കുറേ ആൾക്കാർ നമ്മൾ കല്ലുമ്മക്കായി പറിക്കുന്നുണ്ട്. ഈ പാറമ്മിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ നമുക്ക് പോകാം, വീട്ടിലേക്ക് പോകാം. പിന്നെ നമുക്കൊരു ചിലവുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി എടുത്തതിൻ്റെ ചിലവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിലോട്ട് വന്നതാണ്. ഇത് തിക്കോടി ബീച്ചാണ്. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചാണ്. ഇവിടെ നിറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ ഐസ്ക്രീം വാങ്ങിക്കിടുന്നുണ്ട്. പക്ഷേങ്കിൽ വാങ്ങുന്നില്ല. ഓരൊക്കെ ബേക്കിൽ വരുന്നുണ്ട്. അയ്യോ, ഒന്നും കാണുന്നില്ല. നിലത്തേക്കൊന്നും കാണുന്നില്ല. ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് തിക്കോടി ബീച്ചിൽ വരണമെന്ന് പറയും. പക്ഷേ വരത്തില്ല, ആരും കൂടെ ഇല്ല. ഇനിയിപ്പം വണ്ടി എടുത്തുകൊണ്ട് തന്നെ ഈച്ചയാണ് കേട്ടോ അധികം പറയാം. ഇനി ഓൾക്കാണല്ലോ വണ്ടി എടുത്തത്. അപ്പോൾ ഓളാണല്ലോ എടുത്തത്. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് തന്നെ ഇനി ഓൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ വെറും ഡയലോഗ് അടിക്കലായിരിക്കും ആദ്യം തന്നെ. നമ്മൾ പറയില്ല. പക്ഷെ എന്നാൽ ആവശ്യത്തിനുള്ളപ്പോൾ നമുക്ക് പോവാമല്ലോ. അന്നേരം ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കണമെന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കില്ല. മന്തി കഴിക്കാൻ പോകും ഞങ്ങൾ. വണ്ടി വാങ്ങുന്നവരോട് ചിലവ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ കഴുകണം ഗൈസ്. കാരണം എൻ്റെ കൈ ഇവിടെ മുറിഞ്ഞ് കാണുന്നുണ്ടോ? അയ്യോ, ഇവിടെ കുട്ടികൾ കളിക്കുന്നോ അത് ഗൈസ്? ഈ ഇരുട്ടത്ത് ഫുട്ബോൾ കളിക്കുന്നു. ഞാൻ തന്നെ കാണുന്നില്ല. ബോൾ ഐറ്റങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇവിടുത്തെ ഇരുട്ടായി. പക്ഷെ എന്നിട്ട് ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ടാവില്ല. പക്ഷെ ഇന്ന് കുറച്ച് കുറവാന്ന് തോന്നുന്നു. ഞായറാഴ്ച ദിവസമൊക്കെ ഇവിടെ നല്ല ആൾക്കാരായിരിക്കും കേട്ടോ. കാരണം ഞാൻ ഒരിക്കൽ വന്നില്ല. അപ്പോൾ നല്ല ആൾക്കാരായിരിക്കും. ഇപ്പം അത്ര ആളില്ലാന്ന് തോന്നുന്നു. ഇരുട്ടായിട്ട് എല്ലാവരും പോയതായിരിക്കും. വൈകുന്നേരം വൈകുന്നേരമായിരിക്കും എല്ലാവരും ഉണ്ടാവുക. അപ്പം നമുക്ക് ടൈം 7 മണി ആവാനായി. അപ്പം ഇനിയാണ് പോവാണ്. നമ്മൾ നേരെ മന്തി കഴിക്കാം. കാണുന്നുണ്ടോ ഗൈസ്? നല്ല രസമുണ്ട്. ലൈറ്റ് കഴിച്ചു. ഏതോ വീടാണ്. ഹയാസ് ആ വീടാ? പിന്നെ വീട് പോലത്തെയോ? അങ്ങോട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ചേച്ചീനെ അനിയനെ കാണാനില്ല. ഇരുന്നുണ്ടാവും. മെല്ലെ ശ്രദ്ധിച്ച് പോകണം. അവരെയും കൂടെ നമ്മൾ നോക്കണം. ഓടിച്ച് ലെവലായില്ലല്ലോ. ഓടിക്കാൻ അറിയാം. പക്ഷെങ്കിൽ നന്നായി പെട്ടെന്ന് എടുക്കല്ലേ. അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അവർ വരട്ടെന്നിട്ട് നമുക്ക് പോകണം. വന്നു അനിയനാട്ടോ ഓടിക്കുന്നത്. ഗായ്സ്, ഈ റോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര റോഡാട്ടോ. ഇതൊരു ഞങ്ങൾ വീട്ടിലേക്ക് പോകണ്ടേ. ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ പോകാണ്ട് നേരെ എല്ലാത്തും ബൈക്ക് കൂടെ പോകല്ലോ. അതാണ് മെയിൻ റോഡല്ല. ഭയങ്കര ഇങ്ങോട്ടൊക്കെ കുറേ കാലമായി വന്നിട്ട്. പക്ഷെ ഭയങ്കര ഒന്നും പോയാണ്. ഇനിയിപ്പം ഞാൻ കറന്നിറങ്ങി. ഞങ്ങളെ വീടിനടുത്ത് ഞങ്ങൾ നേരെ ഫുഡ് വാങ്ങാൻ പോവാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ നേരെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി. ഇപ്പം മന്തി കഴിച്ചപ്പോൾ എന്താ സുഖം. കുറേ നേരമായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.